കാണാനും കഴിക്കാനും അടിപൊളിയായിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. വെറുതെ ഒരു ദോശയല്ല, ഹൈ പ്രോട്ടീൻ ദോശയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ദോശയാണ്. വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്കത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. അടിപൊളി ഐറ്റമാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്കത് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് 200 ml ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുപയർ ഒരു 8 മണിക്കൂറോളം നന്നായിട്ട് കുതിർത്തിയാണ് എടുക്കേണ്ടത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ തലേദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പം നന്നായിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇത് കഴുകാതെയാണ് ഞാൻ ഇട്ട് വെച്ചത്. പിന്നെ നമുക്ക് ഇനി വേണം അത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം, ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിടി മല്ലിയില. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും ചേർത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. ഈ സമയത്തിന് ഉപ്പ് കുറവാണോ കൂടുതലാണോ എന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ബാറ്ററിന് കറക്റ്റ് ഉപ്പാണ്. ഇനി അതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റ് അത് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ, അധികം വേവില്ലാത്ത വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിന് പകരം ആഡ് ചെയ്യാം. ഇത് തന്നെ ആഡ് ചെയ്യണമെന്നില്ല. ഞാനൊരു പിടി ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാബേജൊക്കെ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ലാസ്റ്റ് ശകല മല്ലിയില കൂടി വിതറുന്നുണ്ട്. മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണയൊന്നും തടവണ്ട. അല്ലാത്ത ചട്ടിയാണെങ്കിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം എപ്പോഴും ചെറിയ തീയിലേ വെക്കാവൂ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ പരത്തിയെടുക്കുക. അപ്പോൾ മാക്സിമം കനം കുറച്ച് പരത്തുന്നതാണ് ദോശയ്ക്ക് രുചി കൂടുകയും ചെയ്യും, പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ പരത്തി നല്ല കട്ടി കുറഞ്ഞ ദോശയാക്കി ചുട്ടെടുക്കണം. ഇനി നമുക്കൊന്ന് കുറച്ച് നേരം കവർ ചെയ്ത് വയ്ക്കാം. ഒരു മിനിറ്റ് നേരം നമുക്കത് കവർ ചെയ്ത് വയ്ക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ മൂടി മാറ്റിയിട്ട് പിന്നെ തുറന്ന് വെച്ചാൽ മതി. നമുക്കിത് പതുക്കെ മറിച്ചിടാം. ഒരു വശം ആയിട്ടുണ്ട്. അപ്പോൾ ദാ ഈ പരുവത്തിൽ വേണം മറിച്ചിടാൻ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അല്പം നെയ്യൊക്കെ തടവി കൊടുക്കാം. 2 വശത്തും നെയ്യ് തടവി ഇനി ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ 2 വശവും മാറി മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് മുരിച്ച് എടുക്കുക.
എപ്പോഴും തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ദാ ഈ പരുവത്തിന് നമുക്ക് ദോശ എടുക്കാം. ദാ ഇതുപോലെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല അടിപൊളി ദോശയാണ്, ഹൈ പ്രോട്ടീൻ ദോശയാണ്. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. യാതൊരുവിധ ചമ്മന്തിയോ കറിയോ ഒന്നും വേണ്ട. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്കിനി കാണാം. താങ്ക് യു.